ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സാമൂഹ്യശാസ്ത്രം ക്ലാസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? ഹാപ്പി അല്ലേ? ഫുഡൊക്കെ കഴിച്ച് എനർജറ്റിക്കായി വന്നിരിക്കുകയാണ് എൻ്റെ കുട്ടികൾ. എന്നാ നമുക്ക് ഫുഡിനെ കുറിച്ചുള്ള നമ്മുടെ പാഠത്തിലേക്ക് തിരിച്ചു പോയാലോ? യെസ്, ഫുഡ് ആൻഡ് ഹ്യൂമൻ, ഭക്ഷണവും മനുഷ്യനും. കഴിഞ്ഞ ക്ലാസ്സിൽ ടീച്ചർ ഒരു വർക്ക് തന്നിരുന്നല്ലോ. നമ്മുടെ വീട്ടിലുള്ള മുതിർന്ന ആളുകളുമായി സംസാരിച്ച് അവരുടെ കുട്ടിക്കാലത്ത് അവർ കഴിച്ചിരുന്ന ഭക്ഷണങ്ങളുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കാനും ചിത്രങ്ങൾ ശേഖരിച്ച് ഒരു പതിപ്പുണ്ടാക്കാനും പറഞ്ഞിരുന്നു. ചെയ്തോ എല്ലാവരും? ചെയ്തോ? മിടുക്കരാണല്ലോ. കഴിഞ്ഞ ക്ലാസ്സിലെ ആദിമ മനുഷ്യരുടെ ഭക്ഷണ ശേഖരണ രീതിയും അവർ കഴിച്ചിരുന്ന ഭക്ഷണങ്ങളും തീയുടെ കണ്ടുപിടുത്തവും നിയന്ത്രിച്ച് തീ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കി. കൂടാതെ ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുന്ന രീതിയിലേക്ക് എങ്ങനെയാണ് അവർ എത്തിപ്പെട്ടത് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കി. ഇൻ ദ ലാസ്റ്റ് ക്ലാസ് we had discussed about obtaining of food of early humans and their food items. Also, we discussed about production and control of fire and how humans developed the culture of cooking and eating. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഏർലി ഹ്യൂമൻസിൻ്റെ ആദിമ മനുഷ്യരുടെ കൃഷിയെക്കുറിച്ചാണ്. എങ്ങനെയാണ് അവർ കൃഷി ചെയ്തിരുന്നത്, എങ്ങനെയാണ് അവർ മൃഗങ്ങളെ ഇണക്കി വളർത്തിയിരുന്നത് എന്ന ഭാഗത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. പറയൂ, നിങ്ങളുടെ വീട്ടിൽ ഏതൊക്കെ ജീവികളെ വളർത്തുന്നുണ്ട്? പറഞ്ഞോളൂ, എല്ലാവരും പറഞ്ഞോളൂ. നായ, പൂച്ച, ആട്, ഓക്കെ, പശു, പോത്ത്, കുതിര, മുയൽ, പിന്നെ മോളെന്തോ പറയുന്നു, കോഴി, താറാവ് അല്ലേ? പിന്നെയോ പ്രാവിനെ വളർത്തുന്നുണ്ട്. പിന്നെയോ ലവ് ബേഡ്സ് അല്ലേ? ചില ആളുകളുടെ വീട്ടിലൊക്കെ കാണാറുണ്ട് ലവ് ബേഡ്സ്. അതുപോലെ അലങ്കാര മത്സ്യങ്ങൾ, ഇതിനെയൊക്കെ നമ്മൾ വളർത്താറുണ്ട്. എന്നാലേ ഇതിൽ ഭക്ഷണ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഏതൊക്കെ ജീവികളെയാണ് വളർത്താറുള്ളത്? യെസ്, പറയൂ. ആട്, പോത്ത് ഇവയൊക്കെ നമ്മൾ ഭക്ഷണത്തിലെ ഇറച്ചിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. പിന്നെയോ കോഴി, താറാവ് ഇതൊക്കെ മുട്ട ആവശ്യങ്ങൾക്കും, പശു, ആട് ഇവയെ പാലിൻ്റെ ആവശ്യങ്ങൾക്കും നമ്മൾ വീട്ടിൽ വളർത്താറുണ്ട്. ഒരാൾ കൂടി ഉണ്ടല്ലോ, നായ. നായ എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? വീട്ടിൽ കാവലിനായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മുടെ വീട് സംരക്ഷിക്കാനും കൃഷിസ്ഥലങ്ങൾ നോക്കാനും ഒക്കെയാണ് നമ്മൾ നായയെ ഉപയോഗിക്കുന്നത്. എന്നാൽ ആദിമ മനുഷ്യരുടെ ഏർലി ഹ്യൂമൻസിൻ്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. കാലക്രമേണ ആദിമ മനുഷ്യർ ഭക്ഷണാവശ്യത്തിനായി മൃഗങ്ങളെ ഇണക്കി വളർത്താനും സസ്യങ്ങളെ പരിപാലിക്കാനും തുടങ്ങി. ഭക്ഷണ ആവശ്യത്തിന് വേണ്ടിയിട്ട് അവരാദ്യം ഇണക്കി വളർത്തിയത് ആട്, ചെമ്മരിയാട് എന്നീ ജീവികളെ ആയിരുന്നു. കൂടാതെ നായയെ വേട്ടയാടാനും ജീവികളെ വേട്ടയാടി പിടിക്കാനും വീടിൻ്റെ കാവലിനും വേണ്ടിയിട്ട് ഉപയോഗിക്കുകയും ചെയ്തു. Over a period of time, humans started domesticating animals and plants for their daily food. Initially, they domesticated sheep and goats for food. They also used dogs for watching and hunting. നോക്കൂ, തന്നിരിക്കുന്ന ആ ചിത്രം ഒന്ന് ശ്രദ്ധിക്കൂ. ചിത്രത്തിൽ എന്താ കാണുന്നേ? ആദിമ മനുഷ്യർ, നമ്മുടെ ഏർലി ഹ്യൂമൻസ് വേട്ടയാടുന്ന ഒരു ചിത്രമാണ് കൊടുത്തിട്ടുള്ളത്. കൂടെ ആരിയ്ക്കുന്നുണ്ട്? നായ കൂടെ ഇരിക്കുന്നുണ്ട് അല്ലേ? അവരെ വേട്ടയാടാൻ വേണ്ടിയിട്ട് സഹായിക്കാനാണ് ആ നായ അവർ ഉപയോഗിച്ചിരുന്നത്. എന്നാൽ തുടർന്ന് നമുക്ക് ആദിമ മനുഷ്യരുടെ കൃഷി രീതി ഒന്ന് ചർച്ച ചെയ്യാം. ആദ്യമായിട്ട് ആദിമ മനുഷ്യർ ഏർലി ഹ്യൂമൻസ് കൃഷി ചെയ്തിരുന്നത് ഗോതമ്പ്, ബാർലി, ചാമ, കിഴങ്ങ് വർഗ്ഗങ്ങൾ എന്നിവ ആയിരുന്നു. ഇൻ ദ ഏർലി ഡേയ്സ് വീറ്റ്, ബാർലി, ലിറ്റിൽ മില്ലറ്റ് ആൻഡ് ട്യൂബേഴ്സ് വെർ കൾട്ടിവേറ്റഡ്. ഇതിൽ ഗോതമ്പ് നമുക്ക് പരിചയമുണ്ട്, വീറ്റ് നമുക്ക് പരിചയമുള്ളതാണ്, കിഴങ്ങ് വർഗ്ഗങ്ങൾ നമുക്ക് പരിചയമുണ്ട്. എന്നാൽ ബാർലി പരിചയമുണ്ടോ?
ബാർലി കേട്ടിട്ടുണ്ടോ? ഈയിടെയായിട്ട് നമ്മൾ ഭക്ഷണങ്ങളിലൊക്കെ കൂടുതലായിട്ട് ഉൾപ്പെടുത്താൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം പോഷക സമൃദ്ധമായിട്ടുള്ള ഒരു ധാന്യമാണ് ബാർലി. കുറച്ച് മുന്നെയൊക്കെ കന്നുകാലികൾക്ക് തീറ്റയായിട്ടായിരുന്നു അത് ഉപയോഗിച്ചിരുന്നത്. പക്ഷേ അതിലെ പോഷക മൂല്യങ്ങൾ നമ്മൾ തിരിച്ചറിഞ്ഞതോടുകൂടി ഇപ്പോൾ കൂടുതലായിട്ട് ഭക്ഷണങ്ങളിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. പിന്നെയോ മില്ലറ്റ്സ്, ചെറുധാന്യങ്ങൾ, ലിറ്റിൽ മില്ലറ്റ്, ഇവയൊക്കെ നമ്മളിപ്പോൾ കൂടുതലായിട്ട് ചാമ, കഞ്ഞിയൊക്കെ വെച്ചിട്ട് നമ്മൾ ഭക്ഷണത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. ചെറിയ വിത്താണ് അതിനുണ്ടാവുക, ചെറിയ സീഡാണ് ചാമ. കണ്ടിട്ടുണ്ടാവും അല്ലേ? കുറച്ച് മുന്നെയൊക്കെ നമ്മൾ ലവ് ബേഡ്സിനൊക്കെ തീറ്റയായി കൊടുത്തിട്ടില്ലായിരുന്നോ? ഇപ്പോഴും കൊടുക്കുന്നുണ്ട്, പക്ഷികൾക്ക് തീറ്റയായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. കൂടാതെ നമ്മൾ മനുഷ്യരും കൂടുതലായിട്ട് നമ്മുടെ ഭക്ഷണങ്ങളിലൊക്കെ അത് ഉൾപ്പെടുത്താൻ തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തിൻ്റെ മുന്നത്തെ വർഷം 2023 ചെറുധാന്യ വർഷമല്ലായിരുന്നോ? ആ ഒരു സമയത്ത് നമ്മുടെ UN പ്രത്യേക പ്രമേയം കൊണ്ടുവരികയും നമ്മുടെ ചെറുധാന്യത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് കൂടുതൽ ക്ലാസ്സുകൾ, സെമിനാറുകളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ രാജ്യത്തും ചെറുധാന്യങ്ങളെ പ്രോത്സാഹിപ്പിക്കാനുള്ള ഒരുപാട് പദ്ധതികൾ നമ്മുടെ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്നിരുന്നു. അതോടൊപ്പം ഒന്നുകൂടെ പറയാനുള്ളത്, ഈ ചെറുധാന്യങ്ങൾ നമ്മൾ കൂടുതലായിട്ട് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. വീണ്ടും നമുക്ക് തിരിച്ചു വരാം. എല്ലാവരും ഈ ചിത്രത്തിലേക്കൊന്ന് നോക്കൂ. ആദിമ മനുഷ്യർ കൃഷി ചെയ്യുന്ന ഒരു ചിത്രമാണ് കൊടുത്തിട്ടുള്ളത്. എങ്കിലിനി നമുക്ക് ആദിമ മനുഷ്യരെ കൃഷിയിലേക്ക് നയിച്ച സാഹചര്യം എന്താണെന്ന് ഒന്ന് നമുക്ക് പരിചയപ്പെടാം. എങ്ങനെയാണ് അവർ കൃഷി ചെയ്യാൻ തുടങ്ങിയത്? ആദ്യം എങ്ങനെയാണ് തുടങ്ങിയിട്ടുള്ളത്? കൃഷി ചെയ്യാനുള്ള സാധ്യതയെക്കുറിച്ച് അവരെങ്ങനെയാണ് തിരിച്ചറിഞ്ഞിട്ടുള്ളത് എന്നുള്ളതിലേക്ക് നമുക്ക് നോക്കാം. വലിച്ചെറിഞ്ഞ ഭക്ഷ്യവസ്തുക്കളിൽ നിന്നും പുതിയ തൈകൾ മുളച്ചു വരുന്നത് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. They noticed seedling sprouting from discarded food items. കളഞ്ഞിട്ടുള്ള ഭക്ഷ്യവസ്തുക്കളിൽ നിന്നും പുതിയ പുതിയ ചെടികൾ പതിയെ മുളച്ചു വരാൻ തുടങ്ങി. ഇതവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. പിന്നെയോ ഈർപ്പവും ചൂടുമുള്ള മണ്ണിൽ വിത്ത് മുളയ്ക്കുമെന്ന് ഇതിലൂടെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റി. ഭക്ഷ്യയോഗ്യമായ വിത്തുകൾ ഇതിലൂടെ അവർ കൂടുതലായിട്ട് കൃഷി ചെയ്യാൻ തുടങ്ങി. They learned that seeds germinate in moist and warm soil. Thus, cultivation of crops started. കൂടാതെ കൃഷിക്ക് എന്ത് വേണം? വെള്ളം വേണം, നല്ല വളക്കൂറുള്ള മണ്ണ് വേണം. കൃഷിക്ക് ആവശ്യമായ ജലവും വളക്കൂറുള്ള മണ്ണും ലഭ്യമായിട്ടുള്ള നദീതീരങ്ങളിലാണ് അവർ കൃഷി തുടങ്ങിയത്. ഇതോടുകൂടി കൃഷി ചെയ്യാനും ആ കൃഷി ചെയ്യുന്ന സ്ഥലത്ത് തന്നെ സ്ഥിരമായിട്ട് അവർ താമസിക്കാനും തുടങ്ങി. ഇതാണ് പിന്നീട് വന്നിട്ടുള്ള മാറ്റങ്ങൾ. ഹ്യൂമൻസ് സ്റ്റാർട്ടഡ് അഗ്രികൾച്ചർ മെയിൻലി ഓൺ റിവർ ബാങ്ക്സ് വേർ എസെൻഷ്യൽ വാട്ടർ ആൻഡ് ഫെർട്ടൈൽ സോയിൽ വെർ അവൈലബിൾ. ഫോളോയിങ് ദിസ് ദേ ബിഗാൻ ടു സെറ്റിൽ നിയർ ദി ഫാംസ്. കൃഷിസ്ഥലങ്ങളിൽ കൃഷിയോട് ചേർന്നിട്ട് അവർ താമസിക്കാനും തുടങ്ങി. ഈ ചിത്രം നോക്കൂ. ആദിമ മനുഷ്യരുടെ കൃഷിയെക്കുറിച്ചും അതിൻ്റെ തീരത്ത് അവർ താമസമാക്കിയതിനെക്കുറിച്ചുമുള്ള ഒരു ചിത്രമാണ് ഇവിടെ തന്നിട്ടുള്ളത്. എന്നാലൊന്ന് ആലോചിച്ച് നോക്കൂ. കൃഷിയിടത്തിന് സമീപം ഈ ആദിമ മനുഷ്യർ സ്ഥിരവാസമാക്കിയത് കൊണ്ട് ആദിമ മനുഷ്യർക്കുണ്ടായ നേട്ടങ്ങൾ എന്തെല്ലാമായിരിക്കും? വാട്ട് അഡ്വാൻറ്റേജസ് മൈറ്റ് ദേ ഹാവ് ഹാഡ് ബൈ സെറ്റിലിംഗ് നിയർ ദി അഗ്രികൾച്ചറൽ സൈറ്റ്സ്? കൃഷി ചെയ്യുന്ന സ്ഥലത്ത് തന്നെ അവർ താമസിക്കുന്നത് കൊണ്ട് അവർക്കുണ്ടായ നേട്ടങ്ങൾ എന്തെല്ലാമായിരിക്കും? ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. യെസ്, മോള് പറഞ്ഞേ. കൃഷിയിടം സംരക്ഷിക്കാൻ സാധിച്ചു. യെസ്, വെരി ഗുഡ്. അവർ കൃഷി ചെയ്യുന്ന സ്ഥലത്തിൻ്റെ അടുത്ത് തന്നെ താമസിക്കുന്നത് കൊണ്ട് അവരുണ്ടാക്കിയെടുത്തിട്ടുള്ള ആ കൃഷി, ആ സസ്യങ്ങളെ നോക്കാൻ സാധിച്ചു, സംരക്ഷിക്കാൻ സാധിച്ചു. ദേ കുഡ് പ്രൊട്ടക്ട് ദി അഗ്രികൾച്ചറൽ സൈറ്റ്സ്. പിന്നെയോ ഭക്ഷണം തേടി അലയേണ്ടി വന്നില്ല. മുൻപ് അങ്ങനെ അല്ലായിരുന്നു. അവർ ഭക്ഷണം തിരഞ്ഞ് പല സ്ഥലങ്ങളിലും കാട്ടിലൂടെ നടക്കലായിരുന്നു. പക്ഷെ ഇപ്പം എന്ത് സംഭവിച്ചു? കൃഷി ചെയ്തതോടുകൂടി അവിടെ തന്നെ താമസിച്ചു. കൂടാതെ കൃഷി അല്ലെങ്കിൽ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് പുറത്തേക്ക് പോയി അലയേണ്ടി വന്നില്ല. There was no need to wander around in search of food. ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത കൂടി. നന്നായി കൃഷി ചെയ്തു.
നല്ല വളമുണ്ട്, നല്ല മണ്ണുണ്ട്. അവർ നന്നായിട്ട് കൃഷി ചെയ്തു. അതോടുകൂടി അവർക്ക് വിളവ് കൂടുതൽ കിട്ടി. ഭക്ഷണ വസ്തുക്കൾ കൂടുതലായിട്ട് കിട്ടാൻ തുടങ്ങി. അവൈലബിലിറ്റി ഓഫ് ഫുഡ് ഐറ്റംസ് ഇൻക്രീസ്ഡ്. കൂടുതൽ വിശ്രമ സമയം കിട്ടി. അവർക്ക് കുറച്ചുകൂടെ സമയം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടി. കൃഷി നന്നായി നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ വിളവ് കിട്ടും. അതുകൊണ്ട് അവർ കൂടുതലായിട്ട് അലയേണ്ടി വരുന്നില്ല. റെസ്റ്റ് എടുക്കാൻ കുറച്ചുകൂടെ സമയം കിട്ടി. ഗോട്ട് മോർ ടൈം ടു റെസ്റ്റ്. അതോടുകൂടി പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ നടന്നു. ഈ ആദിമ മനുഷ്യരെ അല്ലെങ്കിൽ പുരാതന മനുഷ്യരെ ഒന്നിച്ച് സ്ഥിരമായി താമസിക്കാൻ തുടങ്ങി. അതിലൂടെ അവരുടെ സാമൂഹിക ജീവിതം ആരംഭിച്ചു. സ്റ്റാർട്ടഡ് സോഷ്യൽ ലൈഫ്. ആളുകൾ ഒന്നിച്ച് താമസിക്കുക, പരസ്പരം ഇടപഴകാൻ തുടങ്ങി, സാമൂഹിക ജീവിതം ആരംഭിച്ചു. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ആദിമ മനുഷ്യരെ സ്ഥിരവാസം ഉറപ്പിക്കാൻ നദീതടങ്ങൾ അവരെങ്ങനെയൊക്കെയാണ് സഹായിച്ചത്? നദിയുടെ തീരത്താണ് കൃഷി ചെയ്തത് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ നദീതീരം തന്നെ സെലക്ട് ചെയ്തത് കൊണ്ട് അതെങ്ങനെയാണ് അവരെ സ്ഥിരതാമസത്തിന് സഹായിച്ചത്? അതുകൂടെ നമുക്ക് ഒന്ന് നോക്കാം. ഹൗ മൈറ്റ് റിവർ ബാങ്ക്സ് ഹാവ് ഹെൽപ്ഡ് ഏർലി ഹ്യൂമൻസ് ടു സെറ്റിൽ? ആർക്കോ പറയാനുണ്ടോ? നദിയുടെ തീരത്തല്ലേ? യെസ്, മോൻ പറഞ്ഞ കറക്റ്റാ. ജലലഭ്യത, നല്ലോണം വെള്ളം കിട്ടും. ശുദ്ധമായ വെള്ളം നല്ലോണം അവൈലബിൾ ആണ്. നദീതീരത്ത് കൃഷിക്ക് അനുകൂല സാഹചര്യം ഉണ്ടായിരുന്നു. നദിയുടെ തീരത്തായതുകൊണ്ട് എല്ലാ രീതിയിലും കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. ഫേവറബിൾ കണ്ടീഷൻ ഫോർ അഗ്രികൾച്ചർ, അനുകൂല കാലാവസ്ഥ. ഫേവറബിൾ ക്ലൈമറ്റ്, നല്ല സുഖകരമായ കാലാവസ്ഥ. കൂടാതെ മൃഗങ്ങളെ പരിപാലിക്കാൻ സാധിച്ചു. അനിമൽസ് വെർ ടൈംഡ് ആൻഡ് റിയർഡ്. അവർക്ക് കൂടുതലായിട്ട് മൃഗങ്ങളെ പരിപാലിക്കാൻ സാധിച്ചു. കന്നുകാലികളൊക്കെ മേയ്ക്കാനും എല്ലാ സൗകര്യവും നദിയുടെ തീരത്തായതുകൊണ്ട് അവർക്ക് ലഭിച്ചിരുന്നു. നദിയുടെ തീരത്ത് താമസിക്കുന്നത് കൊണ്ട് തന്നെ ഭക്ഷ്യവസ്തുക്കൾക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. പ്ലെൻറ്റി ഓഫ് ഫുഡ്, അവർ കൃഷി ചെയ്യുന്ന ഫുഡുണ്ട്. പിന്നെ ഫിഷിങ്ങിന് കുറച്ചുകൂടെ സൗകര്യം കിട്ടി. പ്രധാനപ്പെട്ട ഒരു കാര്യം ഗതാഗത സൗകര്യമാണ്. ഗതാഗത സൗകര്യം, ട്രാൻസ്പോർട്ടേഷന് കൂടുതൽ സൗകര്യം ലഭിച്ചു. ഇതോടെ ഭക്ഷ്യവസ്തുക്കൾ അവർ ധാരാളം ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങി. നദിയുടെ തീരമാണ്, നന്നായിട്ട് കൃഷി ചെയ്തു. അതിനു വേണ്ടിയിട്ടുള്ള വെള്ളവും വളവും കാലാവസ്ഥയും എല്ലാം അവർക്ക് അനുകൂലമായി വന്നു. ഇതോടുകൂടി എന്ത് സംഭവിച്ചു? നന്നായി കൃഷി ചെയ്യാൻ തുടങ്ങി, നല്ലോണം വിളവുകൾ ഉണ്ടാകാൻ തുടങ്ങി. പിന്നീട് അവർ വേറൊരു പ്രശ്നം നേരിട്ടു. ഈ ഉണ്ടായിട്ടുള്ള ഭക്ഷ്യവസ്തുക്കളെ എങ്ങനെ സംഭരിക്കും, എങ്ങനെ സ്റ്റോർ ചെയ്യും? ഭക്ഷ്യവസ്തുക്കളുടെ സംഭരണം, സ്റ്റോറേജ് ഓഫ് ഫുഡ് ഐറ്റംസ്. അതിന് മുൻപായിട്ട്, ആദിമ മനുഷ്യരുടെ കാര്യത്തിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ വീട്ടിൽ എങ്ങനെയാണ് അധികമുള്ള ഭക്ഷണങ്ങൾ സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നത്? ഒന്ന് പറഞ്ഞേ, എവിടെയാണ് വെക്കാറ്? ഫ്രിഡ്ജിൽ. എല്ലാ ഭക്ഷണവും ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റുമോ? വേറെ എന്തിലൊക്കെ സൂക്ഷിക്കാറുള്ളത്? വലിയ വലിയ പാത്രങ്ങൾ അല്ലേ? വലിയ പാത്രങ്ങൾ, വലിയ മൺഭരണികൾ, ചാക്ക്, ഇതിലൊക്കെയാണ് നമ്മൾ, സഞ്ചി, ഇതിലൊക്കെയാണ് നമ്മൾ വീട്ടിൽ അധികമുള്ള ഭക്ഷണ സാധനങ്ങൾ സംഭരിച്ച് വെക്കുന്നത്. ആദിമ മനുഷ്യർ അവർക്കാവശ്യമായ ഭക്ഷണം മാത്രമായിരുന്നല്ലോ പണ്ടുണ്ടാക്കിയിരുന്നത്. എന്നാൽ കൃഷി നന്നായി ചെയ്യാൻ തുടങ്ങിയതോടുകൂടി അവർക്ക് കൂടുതലായിട്ട് ഭക്ഷണം ബാക്കിയായിട്ട് വന്നു. വിളകളൊക്കെ കൂടുതലുണ്ടേ. അപ്പോൾ അത് കൂടുതലായിട്ട് വന്നത് അവരത് എവിടെയെങ്കിലും ഒന്ന് സ്റ്റോർ ചെയ്ത് വെക്കണം. അവരെവിടെയൊക്കെ ആയിരിക്കും കൂടുതലായിട്ടുള്ളത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവുക? ഒന്ന് ആലോചിച്ച് നോക്കൂ. മൺപാത്രങ്ങൾ, യെസ്, പോട്ടറീസ്. അവർ കളിമണ്ണ് കൊണ്ട് മൺപാത്രങ്ങൾ ഉണ്ടാക്കിയിരിക്കാം. മൺപാത്രങ്ങൾ ഉണ്ടാക്കിയതിന് തെളിവ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. യെസ്, മൺപാത്രങ്ങളിലാണ് അവർ കൂടുതലായിട്ടുള്ളത് സ്റ്റോർ ചെയ്ത് വെച്ചിരുന്നത്. പോട്ടറി ഉപയോഗിച്ചു. പിന്നെയോ മൃഗത്തോൽ കൊണ്ടുള്ള സഞ്ചി. അവർ വേട്ടയാടി പിടിക്കുന്ന മൃഗങ്ങളുടെ തോല് ഉണക്കിയിട്ട് വെയിലത്ത് വെച്ച് ഡ്രൈ ആക്കി ഉണക്കിയിട്ട് അത് ഒരു സഞ്ചി രൂപത്തിലാക്കി മാറ്റും. ഈ സഞ്ചി അവർ ഭക്ഷണം ശേഖരിച്ച് വെക്കാൻ ഉപയോഗിച്ചിരുന്നു.
ബാഗ്സ് മെയ്ഡ് ഓഫ് ആനിമൽ സ്കിൻ. അവർ വേട്ടയാടി പിടിച്ച മൃഗങ്ങളുടെ തോല് ഉണക്കിയിട്ട് അത് സഞ്ചിയാക്കി അതിൽ ഭക്ഷണം സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചു. ഈറ കൊണ്ട് നിർമ്മിച്ച കുട്ടകൾ. ബാസ്ക്കറ്റ് മെയ്ഡ് ഓഫ് ബാംബൂ റീഡ്. കാട്ടിലൊക്കെയുള്ള ഈറ, അതായത് ബാമ്പു മുള അല്ലേ, അത് നേർമയായിട്ടുള്ള അത് എടുത്ത് അത് കുട്ട പോലെ നെയ്തെടുത്തിട്ട് ചെറിയ കുട്ട പോലെ ബാസ്ക്കറ്റ് പോലെ ആക്കി അതിൽ ഭക്ഷണം ശേഖരിച്ചിരുന്നു. പിന്നെയോ മരപ്പാത്രങ്ങൾ വുഡൻ വെസൽസ്, മരങ്ങൾ കൊണ്ട് ചെറിയ പാത്രങ്ങളുടെ രൂപമാക്കി അല്ലെങ്കിൽ കുഴിഞ്ഞിട്ടുള്ള മരത്തിൻ്റെ ഭാഗമൊക്കെ എടുത്ത് അത് പാത്രമാക്കിയിട്ട് വെസലാക്കിയിട്ട് അതും ഭക്ഷണം സൂക്ഷിച്ചു വെക്കാൻ ഉപയോഗിച്ചിരുന്നു. മണ്ണിനടിയിലെ കുഴികൾ, മണ്ണിൻ്റെ അടിയിൽ ചെറിയ ചെറിയ കുഴികളൊക്കെ ഉണ്ടാക്കി അതിൽ ഭക്ഷണം സൂക്ഷിച്ചിരുന്നു. ജീവികളുടെ പുറന്തോട്, അവർക്ക് കിട്ടുന്ന ജീവികളുടെ നല്ല കട്ടിയുള്ള ഷെല്ല്, അനിമൽ ഷെല്ല്, അത് പാത്രമാക്കിയിട്ട് അവർ ഉപയോഗിച്ചു. കളിമൺ ഭരണി, ക്ലേ പോട്ട്, കളിമണ്ണും അവർ പാത്രമാക്കി എടുത്തിട്ട് ഉപയോഗിച്ചിരുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടോ കളിമണ്ണ് കൊണ്ട് എങ്ങനെയാണ് പാത്രം ഉണ്ടാക്കുന്നത് എന്നുള്ളത്? ചിത്രം നോക്കൂ, കണ്ടോ? കളിമണ്ണ് കുഴച്ച് പ്രത്യേക രൂപത്തിലുള്ള ഒരു ചക്രം ഉപയോഗിച്ച് കൊണ്ട് അവർ പാത്രം നിർമ്മിച്ചിരുന്നു. തുടക്കത്തിൽ അവർക്ക് പാത്രം നിർമ്മിക്കാനുള്ള കഴിവില്ലായിരുന്നു. അപ്പോൾ പകരം അവർ കൈകൊണ്ട് മണ്ണ് നന്നായി കുഴച്ച് പാത്ര രൂപത്തിലാക്കിയിട്ട് അത് ഉണക്കി, ചുട്ടെടുത്ത് ഉണക്കിയിട്ട് അതിൽ വെള്ളമൊക്കെ ശേഖരിച്ചു വെച്ചു. പിന്നീട് കുറേ കഴിഞ്ഞതിന് ശേഷമാണ് ചക്രം കണ്ടുപിടിച്ചത്. ചക്രത്തിൻ്റെ കണ്ടെത്തലോട് കൂടിയിട്ട് കളിമൺ പാത്രം നിർമ്മിക്കുന്നത് കൂടുതലായിട്ട് നടന്നു. ഈ ഒരു വീഡിയോ നോക്കൂ. ടീച്ചർ കളിമൺ പാത്രം നിർമ്മിക്കുന്നത് കണ്ട സമയത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് എടുത്ത ഒരു വീഡിയോയാണ്. എല്ലാവരും ഒന്ന് വീഡിയോ നോക്കൂ. വീഡിയോയിലൂടെ എന്തൊക്കെ നമുക്ക് മനസ്സിലാക്കാം? കളിമണ്ണ് കുഴച്ച് പാത്രങ്ങളുടെ രൂപത്തിലാക്കി അത് ചുട്ടെടുത്ത് കഴിഞ്ഞാൽ അതിൽ നമുക്ക് ഭക്ഷണം ശേഖരിക്കാം. ഇത് തന്നെയാണ് അവരും ചെയ്തത്. അവരന്ന് കൈകൊണ്ടാണ് കുഴച്ചിട്ടുള്ളത്. എന്നിട്ട് പാത്രത്തിൻ്റെ രൂപത്തിലാക്കി. അന്ന് ചക്രമില്ല. ആദിമ മനുഷ്യർ ഇത്തരത്തിലുള്ള പാത്രങ്ങൾ ഉണ്ടാക്കി അതിൽ വെള്ളം ശേഖരിച്ചു വെച്ചു, ഭക്ഷണ ഭാഗങ്ങൾ ശേഖരിച്ചു വെച്ചു. പിന്നീട് ഇത്തരത്തിലുള്ള പാത്രങ്ങൾ ഭക്ഷണം പാകം ചെയ്യാൻ കൂടെ ഉപയോഗിച്ചിരുന്നു. പിന്നീട് അതിൻ്റെ ഉപയോഗം കൂടുതലായിട്ട് അവർ കൊണ്ടുവന്നു. ഈ അധികം വരുന്ന ഭക്ഷ്യവസ്തുക്കൾ സൂക്ഷിക്കാൻ നമ്മുടെ വീട്ടിലൊക്കെ സ്റ്റോർ റൂം ഉണ്ടാവും അല്ലേ? ഇതേപോലെയുള്ള ധാന്യപ്പുരകൾ ആദിമ മനുഷ്യർ ഉപയോഗിച്ചിരുന്നു എന്നതിന് പിന്നീട് നമുക്ക് തെളിവുകൾ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇൻഡസ് വാലി സിവിലൈസേഷൻ? സിന്ധു നദീതട സംസ്കാരം കേട്ടിട്ടുണ്ടോ? എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? ആ ഒരു സംസ്കാരത്തിൻ്റെ ഇൻഡസ് വാലി സിവിലൈസേഷൻ, സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് ഇഷ്ടിക കൊണ്ട്, ചുട്ടെടുത്ത ഇഷ്ടിക മണ്ണ് കൊണ്ടല്ലേ ഉണ്ടാക്കുന്നത്, അത് പ്രത്യേക രൂപത്തിലുണ്ടാക്കി ചുട്ടെടുത്തിട്ട് അതുകൊണ്ട് നിർമ്മിച്ചിട്ടുള്ള വലിയ വലിയ ധാന്യപ്പുരകൾ, സ്റ്റോർ ഹൗസുകൾ അവർ ഉപയോഗിച്ചിരുന്നു എന്നതിൻ്റെ തെളിവാണ് നമ്മൾ ഹാരപ്പ എന്ന് പറഞ്ഞ സ്ഥലം കേട്ടിട്ടുണ്ടോ? ഹാരപ്പൻ സംസ്കാരം അല്ലെങ്കിൽ സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പല സ്ഥലങ്ങളിൽ നിന്നും കണ്ടെത്തിയിട്ടുള്ളത്, കുഴിച്ചെടുത്തിട്ടുള്ളത്. കൂട്ടുകാരെ, നമ്മൾ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്തത് ആദിമ മനുഷ്യർ കൃഷിയിടത്തിന് സമീപം സ്ഥിരതാമസമാക്കിയതിനെക്കുറിച്ചാണ്. കൂടാതെ അവർ അധികം വന്നിരുന്ന ഭക്ഷണം, കൃഷി ചെയ്ത് അധികം വന്നിരുന്ന ഭക്ഷണം എങ്ങനെയായിരുന്നു സൂക്ഷിച്ചു വെച്ചിരുന്നത് എന്നുമാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ചർച്ച ചെയ്തത്. എല്ലാവർക്കും ക്ലാസ് മനസ്സിലായി എന്നാണ് ടീച്ചർ വിചാരിക്കുന്നത്. അതുകൊണ്ട് ചെറിയൊരു പ്രവർത്തനം കൂടെ തന്നിട്ട് നമുക്ക് ഈ ക്ലാസ് നിർത്താം. പ്രവർത്തനം ഇതാണ്. നമ്മുടെ നാട്ടിൽ പണ്ടുണ്ടായിരുന്ന ഭക്ഷണ
സംഭരണ മാർഗങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തിയിട്ട് ലിസ്റ്റ് ചെയ്യുക. നിങ്ങളെ വീട്ടിലുള്ള അച്ഛനോടോ അല്ലെങ്കിൽ അച്ഛൻ്റെ അച്ഛനോടോ അച്ഛമ്മമാരോടോ മുതിർന്ന ആളുകളുമായിട്ട് സംസാരിച്ചിട്ട് പണ്ടൊക്കെ എങ്ങനെയായിരുന്നു ഇവർ ഭക്ഷണം സൂക്ഷിച്ചിരുന്നത്? വാട്ട് ആർ ദ ഫുഡ് സ്റ്റോറേജ് മെത്തേഡ് അഡോപ്റ്റഡ് ബൈ ഓൾഡ് പീപ്പിൾ? നമ്മുടെ പഴയ മനുഷ്യർ, അതായത് നമ്മുടെ നാട്ടിലെ മുതിർന്ന ആളുകൾ അവരുടെ കാലത്ത് എന്തെല്ലാം തരത്തിലുള്ള സംഭരണ മാർഗങ്ങളാണ് ഉപയോഗിച്ചിരുന്നത് എന്നുള്ളത് കണ്ടെത്തി അതിൻ്റെ പേരെഴുതുക, ചിത്രങ്ങൾ ശേഖരിച്ച് വരിക, നമ്മുടെ സാമൂഹ്യശാസ്ത്ര നോട്ട്ബുക്കിൽ കുറിച്ച് വെക്കുക. താങ്ക് യു.